നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക മേടത്തിലും ബാക്കി 45 നാഴിക ഇടവം രാശിയിലുമാണ് നിൽക്കുന്നത്. ഈ നക്ഷത്രം ഉച്ചയാകുമ്പോൾ ചിങ്ങം രാശിയിൽ അരനാഴികയായി എന്ന് ഗണിക്കപ്പെടുന്നുണ്ട്. ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ എന്ന് പറയുന്നത് ആദിത്യനാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പലതരത്തിലുള്ള ശരീരപ്രകൃതിയിൽ കാണാറുണ്ടെങ്കിലും പൊതുവെ ശാശ്വതമായ നല്ല ആരോഗ്യവും അതിനൊക്കെ തന്നെ സൗമ്യമായ കണ്ണുകൾ, ശാന്തമായ മുഖഭാവം, അതിനൊക്കെ ഇവരുടെ വിനീതമായിട്ടുള്ള ഒരു പെരുമാറ്റങ്ങളും, അതേ കണക്ക് തന്നെ ഇവരെ കാണുമ്പോൾ തന്നെ നല്ല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആകർഷണീയത്വമായിരിക്കും ഇവരെ കാണാൻ. കാരണം ഒരുപാട് പേരൊക്കെ കൂടുന്നു കഴിഞ്ഞാൽ ഇവരെ ഒന്ന് ആകർഷിക്കും. പറഞ്ഞ മനസ്സിലായില്ല, അതേ രീതിയിലുള്ള നല്ലൊരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരാൾക്കാരാണ്. പിന്നെ ഇവരുടെ ഭക്ഷണ കാര്യത്തിലൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള നിഷ്ഠയൊന്നും പുലർത്തുന്നവരൊന്നും അല്ല എന്ന് വിചാരിച്ചിട്ട് ആരോഗ്യമൊക്കെ നല്ല ആരോഗ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ദന്തരോഗമോ അല്ലെങ്കിൽ നയന രോഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളവരാണ്. അത് മിഥുനം, കന്നി, മേടം ഈ മാസങ്ങളിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ എന്തു തന്നെ ആയാലും ഇവർ ഒരു ആരോഗ്യ ഭീരുക്കളോ ക്ലിപ്തമായ ദിനചര്യ പാലിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊന്നും ആയിരിക്കത്തില്ല. പിന്നെ ഇവർ അസാമാന്യമായിട്ടുള്ള ബുദ്ധിസാമർഥ്യമുള്ളവരാണെങ്കിലും സ്ഥിരമായി ഒന്നിനെ ലക്ഷ്യമാക്കി വളരെയധികം ത്യാഗങ്ങളും അല്ലെങ്കിൽ ക്ലേശങ്ങളൊന്നും സഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരൊന്നും അല്ല. അതേ കണക്ക് തന്നെ പല കാര്യങ്ങളിലും അസാമാന്യമായ കഴിവും സാമർഥ്യവും ഉള്ളതുകൊണ്ടായിരിക്കണം ഇവർ ഒന്നിൽ തന്നെ നിലകൊള്ളാത്തത്. അത് ജോബിൻ്റെ കാര്യമാണെങ്കിൽ ശരി തന്നെ, അങ്ങനെയാണ്. ഇവർ ഒന്നിൽ മാത്രം അടിയുറച്ച് നിൽക്കത്തില്ല. ഈ ജോലി പോകണമെങ്കിൽ പോട്ടെ, എനിക്ക് വേറൊരു ജോലി കിട്ടും എന്നുള്ള ഒരു ചിന്താഗതിയും കൂടെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. അതേ കണക്ക് തന്നെ ഇവർക്ക് വളരെ ആദർശനിഷ്ഠങ്ങളും അതേ കണക്ക് തന്നെ അഭിമാനബോധവും ജീവിതത്തിൽ പല പരിവർത്തനങ്ങൾക്കും ഇടയാക്കാറുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്നൊക്കെ പറയുവാനൊക്കെ ഇവർ വളരെയധികം മിടുക്കാണ്. പക്ഷേ ഇവരെ കാര്യമാണെങ്കിൽ തിരിച്ചാണ്. സ്വന്തം കാര്യത്തിലാവുമ്പോഴേക്ക് അപ്പോഴുള്ള തോന്നുന്ന മനോഭാവത്തിനും അത് എങ്ങനെയൊക്കെയുള്ള ആ ഒരു സാഹചര്യത്തിന് അനുസരണമായൊക്കെ ഇവരങ്ങ് പ്രവർത്തിച്ചങ്ങ് പോകും. തങ്ങളുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും ഹാനികരമായ ഏത് കൂട്ടുകെട്ടുകളെയും അത് എത്ര പ്രയോജനമുള്ളവരാണെങ്കിൽ പോലും ശരി തന്നെ ഇവരത് ഉപേക്ഷിച്ച് കളയും. ബുദ്ധിമാന്മാരായ ഇവർ എങ്ങനെയെങ്കിലും പണമോ അല്ലെങ്കിൽ പ്രതാപമോ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്നുമല്ല. കാരണം ഇവർക്ക് അങ്ങനെ ചതിയും വഞ്ചനയോടൊന്നും പണം ഒപ്പിക്കണമെന്ന ചിന്താഗതിയൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരുവൻ്റെ അല്ലെങ്കിൽ തണലിലോ അല്ലെങ്കിൽ നിയന്ത്രണത്തിലോ കഴിയണമെന്നുള്ള ഇതൊന്നും അവരെ പറ്റത്തില്ല. കാരണം അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിലേ അവർ ചെയ്യത്തുള്ളൂ. ഒരു ഉപദേശിക്കാനെന്ന് പറയുന്ന നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇവരുടേതായിട്ടുള്ള വിജയങ്ങളെ പ്രകീർത്തിച്ചും സ്വയം അഭിമാനിക്കുന്നവരൊക്കെയാണ് ഇവരെക്കുറിച്ച് ഒത്തിരി വലിയ രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്വന്തമായിട്ടങ്ങ് പോകും. അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയുണ്ട് ഇവർക്ക്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നല്ല ഈശ്വര വിശ്വാസമുള്ളവരായിരിക്കും, നല്ല അടിയുറച്ച വിശ്വാസമുള്ളവരായിരിക്കും ഇവർ. അന്ധവിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ ഇവരിലെ പറഞ്ഞില്ലേ, എപ്പോഴും ഇവർക്കൊരു സമുദായ കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. ഇവർ അധികാരം ഇഷ്ടപ്പെടുന്നവരല്ല എങ്കിൽ പോലും ശരി തന്നെ ഇവരെ തേടി അങ്ങനെ ഉന്നതാധികാരങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതിനൊക്കെ തന്നെ ലോകപരിജ്ഞാനങ്ങൾ വളരെ കൂടിയിരിക്കും ഇവർക്ക്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ പിന്നെ ഇവർ പ്രേരണ ഭാഗ്യവാന്മാരാണ് എല്ലാത്തിനകത്തും.
ഗൃഹഭരണകുശലതയും എല്ലാം കൊണ്ടും നല്ലൊരു ഇതായിരിക്കും. പിന്നെ ഇവർക്ക് ഉള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്ത് കാര്യങ്ങളിലും അനേകം വിധത്തിലുള്ള വിഷമതകളൊക്കെ എന്ന് പറയുമ്പോൾ ഒന്നിന് പിറകെ ഇങ്ങനെ ഓരോന്നായിട്ട് വരുമെങ്കിലും അതിങ്ങനെ കൂടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ഇവർക്ക് അതേ കണക്ക് തന്നെ ഇവർക്ക് ഇച്ചിരി ഒരു അടിച്ചുപൊളി പ്രകൃതം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇച്ചിരി ഒന്ന് ഒരുങ്ങി നടക്കണമെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, സ്വയമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ പറഞ്ഞ മനസ്സിലായാലും നമ്മുടേതായ രീതിയിൽ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഇവർക്ക് ഇച്ചിരി കൂടിയിരിക്കും. അപ്പോഴെന്ന് പറഞ്ഞ് മോഡേൺ എന്നൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി നടക്കണം എന്നൊക്കെ അവർ ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് ഇവർക്കൊരു പൊതുജന മധ്യത്തിലൊക്കെ ഇവർക്കൊരു ചെറിയ ഒരു പ്രസിദ്ധിയും അത് കണക്ക് തന്നെ ബഹുമാനവും ഒക്കെ ഇവർക്ക് വേണമെന്നുള്ള താല്പര്യമൊക്കെ ഉണ്ട്. ഇവരുടെ ഡ്രസ്സിങ്ങിലാണെങ്കിൽ പോലും നല്ലൊരു കുലീനതയൊക്കെ തോന്നപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ ചെയ്യുന്നത്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അങ്ങനെയുള്ള ചതിയോ വഞ്ചനയോ ഒന്നും തന്നെ ഇവർക്കില്ല. ആത്മാർത്ഥതയുടെ കൂടുതൽ കൊണ്ട് ഇവർക്ക് നേരിടേണ്ടുന്ന പല ദോഷങ്ങളൊക്കെ ഇവർക്കുണ്ട്. അത് ഈ ആത്മാർത്ഥത പറഞ്ഞില്ലേ, സുഹൃത്തുക്കളെ ആണെങ്കിൽ പോലും മറ്റുള്ളവരായാലും ഇവർ നല്ല രീതിയിൽ ഇവർ സ്നേഹിക്കുന്നവരായിരിക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കേവലം നിസ്സാരങ്ങളായ കാര്യങ്ങൾ മതിയാകും ഇവർക്ക് പെട്ടെന്ന് ഇവർ ശുഭിതരാകാൻ. അതേകണക്കിന് ക്ഷോഭമുണ്ടായാൽ ഇവർ സാഹസികമായ തീരുമാനമെടുക്കുകയും ചിലർ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു വരും. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ശാന്തതയും സമചിത്തതയും പരിശീലിക്കുന്നത് ഇവർ ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. പിന്നെ അന്യദേശങ്ങളിലൊക്കെ ജീവിക്കുവാനും അങ്ങനെയുള്ള ജോലി കാര്യങ്ങളൊക്കെ ഇവർക്ക് വിദേശവാസത്തിലൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇവർ അതേ കണക്ക് തന്നെ ഇവർ ഭയങ്കരമായി അമ്മയോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. മാതൃഭക്തി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര മാതാവോടുള്ള സ്നേഹമായിരിക്കും. മാതാവിൻ്റെ പ്രത്യേക വാത്സല്യങ്ങൾക്ക് പാത്രീഭൂതരായിരിക്കും. അതേ കണക്ക് തന്നെ ഇവർക്ക് പിതാവിനെക്കുറിച്ചും ഇവർക്ക് പലതും അഭിമാനിക്കാനുണ്ടാവും. ഇവർ പിതാവിനെക്കുറിച്ച് സ്വയമായിട്ട് മറ്റുള്ള സുഹൃത്തുക്കളുടെ ആയാലും അവരുടെ എല്ലാം ഇവരുടെ പിതാവിനെക്കുറിച്ച് നല്ല അഭിമാനത്തോടു കൂടി ഇവർ പല കാര്യങ്ങളും പറയും. അതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും ശരി തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു ശാശ്വതമായിട്ടുള്ള ഒരു അഭിവൃദ്ധിയും അങ്ങനെ ഒക്കെ വരുന്നൊരു സമയമെന്ന് പറയുന്നത് ഒരു 24 വയസ്സ് മുതൽ 35 വയസ്സിനകം ഇവർക്ക് പലവിധമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. അതിനുശേഷമെന്ന് പറയുന്നത് ഒരു 50 വയസ്സ് മുതൽ 55 വയസ്സ് വരെയും ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് കഴിഞ്ഞാലും ശരി തന്നെ ഇവരെ ഒരു വലിയ രീതിയിലുണ്ടാകുന്ന ഒരു അധപ്പതനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവത്തില്ല. കാരണം ആ ജോലിയുടെ കാര്യമാണെങ്കിലും എന്തു തന്നെയായാലും. പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പോലും ഇപ്പം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം സ്ത്രീകളെക്കുറിച്ചും ഫലങ്ങൾ അധികവും. എങ്കിലും ഇവർക്ക് നല്ല ഭർത്തൃഭാഗ്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള നല്ല അടക്കവും ഒതുക്കമൊക്കെ ഉള്ള നല്ല സ്നേഹമായിട്ടുള്ള ഭർത്താവിനെ കിട്ടുകയും അത് കണക്ക് തന്നെ നല്ല സന്താനങ്ങളെ കിട്ടുകയൊക്കെ ചെയ്യും. അതിലുപരി ഇവരെ സംബന്ധിച്ച് പിന്നെ ഇവരെ എപ്പോഴും ഒരു ടെൻഷൻ എന്ന് പറയുമ്പോൾ സന്താനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ചുണ്ടാകുന്ന ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറച്ച് ടെൻഷനുകളൊക്കെ ഇവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം ഇപ്പം ഇവരുടെ കുട്ടി ആൺകുട്ടിയായാലും അല്ലെങ്കിൽ പെൺകുട്ടിയായാലും 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് 10ാം ക്ലാസ്സിനെ കുറിച്ച് ചിന്തിക്കും. അയ്യോ 10ാം ക്ലാസ്സിൽ പിള്ളേ എന്ന്. അപ്പോൾ ഇവരിങ്ങനെ ആവശ്യമില്ലാത്തതായ രീതികളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും കുട്ടികളെക്കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെയായിട്ടുള്ള ചിന്താഗതികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. കാരണം ഇതിന് ആവശ്യമില്ലാതെ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള ഒരു അചഞ്ചല മനസ്സ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു ടെൻഷനാവുന്ന ഒരു മനസ്സ് ഇവർക്ക് ഉണ്ടാകുന്നതാണ്. എന്തു തന്നെയായാലും ഇവർക്ക് നല്ല അധ്വാനിക്കുവാനുള്ള തൻ്റെ ഇടവും അല്ലെങ്കിൽ ജോലി ചെയ്ത് കുടുംബം പുലർത്തണമെന്നുള്ള ഇതാണെങ്കിൽ പോലും ഭർത്താവിനോടാണെങ്കിലും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഞാനും കൂടെ ഇറങ്ങി ജോലിക്ക് പോകാനാണെങ്കിൽ ശരി തന്നെ എന്തിനും ഏതിനും ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നൊരു നല്ലൊരു സ്വഭാവം ഉള്ള ആൾക്കാരായിരിക്കും ഈ കാർത്തിക നക്ഷത്രക്കാർ.